Ready? 1, 2, 3, start. Hello guys, welcome back to our channel, Palakkad Family. പുതിയ വ്ളോഗർ വന്നിരിക്കുന്നു ഗൈസ് നമ്മുടെ പാലക്കാട് ഫാമിലിയില്. അപ്പൊ റെഡി? വൺസ് മോർ, 2, 3, സ്റ്റാർട്ട്. Hello guys, welcome back to our channel. അപ്പോൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു സിമ്പിൾ ടിപ്പ് പറഞ്ഞിട്ട്, നമ്മളെല്ലാവരും സ്കിൻ കെയറിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു സംഭവമാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. സൺസ്ക്രീൻ കുറേ വേരിയന്റിലുണ്ട്. നമുക്ക് നമ്മുടെ സ്കിന്നിന് വൈറ്റ് കാസ്റ്റ് തരുന്നുണ്ട്, അതുപോലെ തന്നെ ഡ്യൂറി ഗ്ലോ തരുന്ന, അങ്ങനെ ഒരുപാട് സൺസ്ക്രീൻസ് ഉണ്ട്. പക്ഷേ നമ്മുടെ സ്കിൻ കെയറിൽ നമ്മൾ സൺസ്ക്രീൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് ടൈപ്പിന് യോജിച്ച സൺസ്ക്രീൻ വേണം നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ മാർക്കറ്റിൽ സെർച്ച് ചെയ്ത് കുറേ സൺസ്ക്രീൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിൽ ഫൈനലി ഒരു സൺസ്ക്രീൻ സെലക്ട് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സൺസ്ക്രീൻ ഇടുമ്പോൾ തന്നെ ഒരു ഡ്യൂവി ഗ്ലോ വരണം, അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു പ്രൊട്ടക്ഷൻ കിട്ടണം, നമ്മുടെ സ്കിൻ കൺസേൺ അനുസരിച്ചിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ കിട്ടണം, അതുപോലെ തന്നെ യു വി റേസിനും ഹാർംഫുൾ റേസിനും ഒക്കെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടണം. ബാക്കിയുള്ള സൺസ്ക്രീൻസ് ഒക്കെ ഞാൻ കുറേ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് യൂസ് ചെയ്തപ്പോൾ എനിക്ക് എന്താ തോന്നിയത്, ചിലത് വൈറ്റ് കാസ്റ്റ് തരുന്നുണ്ട്, ചിലത് ഒരുപാട് ഓയിലി ആക്കുന്നുണ്ട് സ്കിന്ന്, പിന്നെ ചിലത് നമ്മുടെ സ്കിൻ ടോണിന് ഡള്ളാക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വ്യത്യസ്തത സൺസ്ക്രീൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഫൈനലി കണ്ടുപിടിച്ചതാണ് നമ്മുടെ മമ എർത്തിന്റെ റൈസ് വാട്ടർ ആൻഡ് നിയാസിനമൈഡ് വരുന്ന ഒരു സൺസ്ക്രീനാണിത്. അപ്പോൾ ഈ സൺസ്ക്രീനിൽ വരുന്ന മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് റൈസ് വാട്ടറും അതുപോലെ തന്നെ നിയാസിനമൈഡാണ്. റൈസ് വാട്ടർ നമുക്കറിയാം, നമുക്ക് സൺ പ്രൊട്ടക്ഷൻ്റെ ഡാമേജ് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ഒരു ഡ്യൂവി ക്ലാസ് സ്കിൻ ഗ്ലോ തരാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നിയാസിനമൈഡ് നമ്മുടെ സ്കിന്നിന് ഒരു ഈവൻ ടോൺ തരാനും സ്കിൻ ടൈപ്പിനെ പ്രൊട്ടക്ട് ചെയ്യാനും നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഈ രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി വരുന്ന സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് ആയാലും ശരി, ബ്ലെമിഷസ് ഒക്കെ മാറിയിട്ട് നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ ആയിട്ട് വെക്കാനായിട്ട് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് SPF 50+++ ഉണ്ട്. പിന്നെ ഇത് UVA UVB അതുപോലെ തന്നെ ഹാർംഫുൾ ആയിട്ടുള്ള റേസിന്നും പിന്നെ നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ റൈസിനൊക്കെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇട്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന് ഭയങ്കരമായിട്ട് ഒരു ഗ്ലോയി ഫിനിഷാണ് നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ വരുന്നത്. പിന്നെ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, പിന്നെ അതുപോലെ തന്നെ സേഫാണ് നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹാർംഫുൾ ആയിട്ട് കെമിക്കൽസ് ഒന്നും ഇല്ലാതെ തന്നെ പാറ്റേൺ ഫ്രീ ആയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ്. അപ്പോൾ ഗൈസ് ഞാൻ ഇതിൻ്റെ ടെക്സ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് നമ്മളൊരു ഡ്രോപ്പ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും പെട്ടെന്ന് ഇത് ബ്ലെൻഡ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ ഈ സംഭവം. നമ്മളിത് ബ്ലെൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലേക്ക് ഇത് അബ്സോർബും ആവുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ ഓരോ റൂൾ ഉണ്ട്, 2 ഫിംഗർ റൂൾ ഉണ്ട്, അതുപോലെ തന്നെ 3 ഫിംഗർ റൂളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ഇന്ത്യൻ സ്കിന്നോട് കുറച്ചും കൂടി എനിക്ക് സ്യൂട്ട് നമ്മളിങ്ങനെ ഡോട്ട് ആയിട്ട് ഇടുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പക്ഷെ നമുക്കിത് നമ്മൾ സൺസ്ക്രീൻ റൂളിനനുസരിച്ച് പോവുകയാണെങ്കിൽ 3 ഫിംഗർ റൂളിൽ നമുക്കിത് അപ്ലൈ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് തന്നെ നോക്കുമ്പോൾ വ്യത്യാസം മനസ്സിലാവും. ഇത് പെട്ടെന്ന് തന്നെ നമുക്കിത് ബ്ലെൻഡ് ആയി പോകും കേട്ടോ. കണ്ടില്ലേ, അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഒരു ഡ്യൂവി ഗ്ലോ തന്നെ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മമ്മാർത്തിന്റെ വേറെ 3 വേരിയന്റ് ആയിട്ടുള്ള സൺസ്ക്രീനും ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇത് വരുന്ന മമ്മ എർത്തിന്റെ ബീട്രൂട്ട് ഹൈഡ്രാഫുൾ സൺസ്ക്രീൻ ആണ്. ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഒരു ഹൈഡ്രേഷൻ തരും, നമ്മളൊരു മോയ്സ്ചർ അപ്ലൈ ചെയ്യുന്ന ഒരു ഫീലിംഗ് കിട്ടും, പിന്നെ സൺ പ്രൊട്ടക്ഷനും തരും. അതുപോലെ തന്നെ വരുന്നതാണ് മമ്മ എർത്തിന്റെ അൾട്രാ ലൈറ്റ് ഇന്ത്യൻ സൺസ്ക്രീൻ. ഇന്ത്യൻ സ്കിൻ ടോണിന് പറ്റിയ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ് ഇത്. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് വരുന്നത് ക്യാരറ്റ് സീഡും അതുപോലെ തന്നെ ടെർമറിക്കും ആണ് കേട്ടോ. നമ്മുടെ സ്കിന്നിന് ഒരു സ്മൂത്തനിങ് എഫക്ട് തരും, അതുപോലെ തന്നെ സൺ പ്രൊട്ടക്ഷനും തരും. പിന്നെ വരുന്നതാണ് വൈറ്റമിൻ സിയുടെ ഡെയിലി ഗ്ലോ സൺസ്ക്രീൻ. നമുക്ക് ഡെയിലി ബേസിൽ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി സൺസ്ക്രീൻ ആണ്. നമ്മുടെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്ട് ചെയ്യും, അതുപോലെ തന്നെ ഒരു ഈവൻ സ്കിൻ ടോണും തരും. നിങ്ങൾ മമ്മാർത്തിന്റെ വെബ്സൈറ്റിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഓരോ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അവർ ഓരോ പ്ലാന്റ് വെച്ച് നടും. 2025 ആകുമ്പോഴേക്കും 1 മില്യൺ പ്ലാന്റ്സ് എത്തണമെന്നാണ് അവരുടെ എയിം.
അത് മാത്രമല്ല മമ്മാത്തിന് പ്രൊഡക്ട്സ് നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക എല്ലാ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. അത് മാത്രമല്ല നമ്മുടെ നിയറസ്റ്റ് ഷോപ്പിലും അവൈലബിൾ ആണ്. നിങ്ങൾക്കും ഈ ഒരു പ്രൊഡക്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് മമ്മാത്തിന്റെ വെബ്സൈറ്റിൽ നിന്നാണ് ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 20% ഓഫ് കിട്ടാനായിട്ട് KADAN2024 എന്ന് പറഞ്ഞ കോഡും യൂസ് ചെയ്യും. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നേക്കുവാണ്. ഇനി എന്റെ കുട്ടി എന്ത് എൽസക്ക് LKG. സ്കൂളിൽ പോയി ഇത്രയും സന്തോഷമുള്ള കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ നമ്മുടെ അച്ചുട്ടി ഇനി പ്ലേ സ്കൂളിലോ അംഗനവാടിയിലോ ഒന്നുമല്ല, കുട്ടി വലുതായി. അച്ചു പ്ലേ സ്കൂളിൽ നിന്ന് ഇനിയിപ്പോ അടുത്തത് എവിടേക്കാ പോകുന്ന പഠിക്കാൻ? LKG. മിസ്സിന്റെ പേരൊക്കെ പറയാറുണ്ട് കുട്ടി. അപ്പൊ കുട്ടി ഇനി LKGയിലാണ്. സെയിം സ്കൂൾ തന്നെ, പുനർജനിയിൽ തന്നെ നമ്മൾ പഠിപ്പിക്കുന്നത്. തിരുവിലാമല പുനർജനിയിൽ തന്നെ ന്യൂ ക്രൈസ്റ്റ് ICC ആണ് ഗൈസ്. എന്താവോ എന്തോ. അച്ഛന്റെ പണം പോരുന്നിട്ട മകളെ. ഞാനിപ്പോ വീട്ടിൽ നിന്ന് ഇത്തിരി ട്രെയിൻ ചെയ്തിരുന്ന കാരണം ഇവർക്ക് പ്ലേ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഓറൽ ഉണ്ടായിരുന്നുള്ളൂ, റൈറ്റിംഗ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ LKG തൊട്ടാണ് ഇവർക്ക് റൈറ്റിംഗ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇത്തിരി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത്തിരി കരച്ചലും പിഴിച്ചലും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ പഠിത്തം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഗൈസ് സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അതിന്റെ ഒരു വീഡിയോ ആണ്. ഞാൻ ഒരു കഴിഞ്ഞ ആഴ്ച 2 ദിവസം വീഡിയോ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ അവിടെ തന്നെ സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ നടത്തി. അപ്പൊ അത് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരാം. കാരണം അപ്പൊ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം നല്ല മഴയായിരുന്നു. പിന്നെ പ്രതീക്ഷിക്കാണ്ട് അച്ഛനെ ഡോക്ടറെ കാണിക്കാൻ പോയപ്പോ ഞാൻ അങ്ങനെ വീഡിയോ പോയതാണ്. അതുകൊണ്ടൊന്നും പർച്ചേസ് ചെയ്യണ വീഡിയോ നമ്മൾ വാങ്ങിയില്ല. അപ്പൊ എന്താന്നുള്ളത് പറഞ്ഞാൽ നമ്മള് സ്കൂളിലേക്ക് അച്ചുവിന്റെ അപ്പൊ അച്ചുവിന് നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് സ്കൂളിലേക്ക് വേണ്ടി മേടിച്ചിട്ടുള്ളത് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കാണിക്കും. ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ ലെറ്റ്സ് സ്റ്റാർട്ട് ഗൈസ്. ഓക്കേ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് തന്നെ അമ്മ പറയാം കേട്ടോ. പിന്നെ ഫസ്റ്റ് തന്നെ നമുക്ക് അച്ചുട്ടിയുടെ സ്കൂളിലത്തെ ബുക്സ് കാണിക്കാം. നാണണ്ട ഞാൻ അച്ചുട്ടി ബുക്ക് കീറാൻ പാടില്ല, അതുകൊണ്ട് അമ്മ കാണിക്കാം. നമുക്ക് അച്ചുട്ടി സ്കൂളിൽ നിന്ന് ടെക്സ്റ്റ് ബുക്സ് ആയാലും നോട്ട് ബുക്സ് ആയാലും നമുക്ക് സ്കൂളിൽ നിന്നാണ്. വിത്ത് നമുക്ക് പൊതിയാത്ത പേപ്പറും കൂടി നമുക്ക് അവർ തരുന്നുണ്ട്. നിക്ക് പൊന്നില്ല അതിന്റെ കൂടി ബാഗ് കാണിച്ചാൽ മതി. ഇപ്പൊ അമ്മ ആദ്യം ബുക്ക് പറയട്ടെ. അപ്പൊ നമുക്ക് ബുക്കോട് കൂടിയിട്ടാണ് അവർ തന്നേക്കുന്നത് വിത്ത് അവരുടെ ഒരു കവർ. അപ്പൊ നമുക്ക് അച്ചുട്ടിക്ക് വരുന്നത് ഈ പ്രാവശ്യം തന്നെ LKGയിൽ തന്നെ ഇവർക്ക് വരുന്നത് മാത്സ് ഉണ്ട്, അതുപോലെ തന്നെ മലയാളം, പിന്നെ ഇംഗ്ലീഷിന്റെ ഫൗണ്ടേഷൻ ഉണ്ട്, പിന്നെ കളറിംഗ് ഉണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ഒക്കെ ടെക്സ്റ്റ് ബുക്സ് ആണ് ഗൈസ്. ഞാനെല്ലാം വീട്ടിലിരുന്നിട്ട് തന്നെ ഒരു ഫ്രീ കിട്ടിയപ്പോ ഞാനെല്ലാം ബൈൻഡ് ചെയ്തിട്ട് എല്ലാം പൊതിഞ്ഞു. അപ്പൊ അതാ അവരുടെ സ്കൂളിന്റെ തന്നെ നമുക്ക് പൊതിയാനുള്ള ചട്ടകളാണ് തന്നേക്കുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ പൊതിക്കുന്നത്. ഇതാണ് മാത്സ്. ഞാൻ കാണിച്ചത് ഹാപ്പി ഫേസസ് എന്നാണ് ഇവരുടെ മാത്സിന്റെ പേര്. ഇതാണ് അവരുടെ മാത്സ് വരുന്നത്. പിന്നെ വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിന്റെ ഫൗണ്ടേഷൻ. ഇവർക്ക് 3 ടേം ആയിട്ട് വരുന്നത്. അപ്പൊ ഇത് 3rd ടേം നമുക്ക് തരുമ്പോ അവർ ഫസ്റ്റ് ടേമിന്റെ സെക്കൻഡ് ടേമിന്റെ ഒക്കെ ബുക്കുകൾ ഒന്നിച്ച് തന്നു കേട്ടോ. അപ്പോ ഇതും ഇംഗ്ലീഷിന്റെ ഫൗണ്ടേഷൻ ആണ്. പിന്നെ ഇവർക്ക് എനിക്കിത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിച്ചിട്ട് LKGക്കാർക്ക് പിക്ചർ ഡിക്ഷണറി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം, പിക്ചേഴ്സ് വെച്ചിട്ട് അവർക്ക് പഠിക്കാനുള്ളത്. അടുത്തത് നോട്ട്ബുക്സ് ആണ്. നോട്ട്ബുക്സും അവർ സ്കൂളിൽ തന്നെ തന്നു. നമ്മുടെ 2 ലൈൻ കോപ്പിയും 4 ലൈൻ കോപ്പിയും അച്ഛൻ കഴിപ്പിലാണ് ഗീസ്. 4 ലൈൻ കോപ്പീസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കളറിംഗ് ബുക്കിന് കളർ ക്രയോൺസ് ഒക്കെ നമുക്ക് അവർ തന്നിട്ടുണ്ട് കേട്ടോ ഗീസ്. അപ്പൊ ഗൈസ് ഇനി നെക്സ്റ്റ് വരുന്നത് അച്ഛൻ്റെ സ്കൂൾ ബാഗ് സ്റ്റൈലുകളാണ്. അച്ഛൻ്റെ ഫേവറേറ്റ് കളർ ഏതാ? അതന്നെ. ആ കടയിൽ ചെന്നിട്ട് പിങ്ക് മതി എല്ലാം പിങ്ക് മതി അവൾക്ക്. ഓ കുപ്പി കാണാല്ലേ ഗൈസ്. പിന്നെ എന്റെ കുട്ടി ഇങ്ങനെ നമ്മുടെ വാട്ടർ ബോട്ടിലും ഇതൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അവൾക്ക് വേണ്ടിയിട്ട് വാട്ടർ ബോട്ടിൽ, പിന്നെ നമ്മുടെ ചെറിയ ബോക്സ് എല്ലാം പിങ്ക് കളറാണ്. ഇതാണ് നമ്മുടെ അച്ഛന്റെ ബാഗ്. ഇത്
പിങ്ക് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. പിങ്ക് ബാഗൊക്കെ കുട്ടിക്ക് വാങ്ങിച്ചു കൊടുത്ത് 2ാമത്തെ ദിവസം ചെടിയാക്കും. തൽക്കാലം കൊണ്ട് പേരിനൊരു പിങ്ക് അത്രേ ഉള്ളൂ. നമ്മൾ നല്ലൊരു ബാഗ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ അച്ചുവിന്റെ സ്കൂൾ ബാഗ്. പിന്നെ നമ്മൾ വാങ്ങിക്കുന്നത് ബോക്സ്, ഇത് സ്നാക്സ് ബോക്സ് ആണ്. ഓ, കറി വെക്കാൻ അവർക്ക് പാത്രമുണ്ട്. ഇതൊക്കെയാണ് സ്നാക്സ് ബോക്സ്. സ്പൂൺ ഗൈസ് മറന്നിട്ടില്ല കേട്ടോ. പിന്നെ ഒരു പെട്ടി പെൻസിൽ വാങ്ങിയിട്ടുണ്ട് അപ്സരയുടെ തന്നെ, നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള പെൻസിലാണ് അപ്സര. ഇതിൽ നമുക്ക് രജിസ്റ്ററും ഷാർപ്പനറൊക്കെ വരുന്നതുകൊണ്ട് നമ്മൾ ഇത് വാങ്ങി. പിന്നെ ഇവൾക്ക് ഷൂ ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ഷൂ വാങ്ങി ഗേൾസിന്റെ. പിന്നെ അതുപോലെ തന്നെ ഒരു സെറ്റ് സോക്സ് സ്കൂളിൽ നിന്നിട്ടും പിന്നെ എക്സ്ട്രാ ഞാൻ 2 സെറ്റ് സോക്സും കൂടി വാങ്ങി. പിന്നെ അച്ചൂട്ടിക്ക് നമ്മൾ ചോറും പാത്രമില്ലേ, നമ്മുടെ പിള്ളേർക്ക് ചോറും പാത്രം വാങ്ങുമ്പോൾ ഞാൻ ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ള സംഭവമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതൊക്കെ ഈ പെണ്ണ് തുറന്ന് വെച്ച് കഴിച്ചു. നിങ്ങൾ ഈ ഒരു ചോറും പാത്രം നോക്കി നോക്കി. നമ്മൾ പഠിക്കുന്നത് ഇങ്ങനത്തെ ഇല്ലാല്ലേ, കുട്ടികളുടെ ഫോട്ടോയും പേരും വെച്ചിട്ടുള്ള ഇതാ ഓപ്പൺ ചെയ്ത് കാണിച്ചു. നല്ല സ്റ്റീലാണ് കേട്ടോ വരുന്നത്. ഇതേ കണ്ടോ അച്ചുട്ടിയുടെ ഫോട്ടോ വെച്ചിട്ട് അച്ചുട്ടിയുടെ പേര് എഴുതിയിട്ടുള്ള ഒരു ചോറും പാത്രം എന്ന് വെച്ചാൽ ടിഫിൻ ബോക്സ് ഉണ്ട്. അതുപോലെ തന്നെ കറിപ്പാത്രത്തിലും ഉണ്ട് കേട്ടോ. ഇവരുടെ പേജിന്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ നല്ല സ്റ്റീലാണ് കേട്ടോ, കണ്ടോ നല്ല സ്റ്റീലാണ്. പിന്നെ അതുപോലെ തന്നെ സ്പൂണിലും കുട്ടിയുടെ പേര് എഴുതിയിട്ടുണ്ട്. വേറെ സ്പൂണോ? ഇതാണ് അത്. സ്കൂളിലേക്ക് സ്പൂൺ നിർബന്ധമാണ്. കഴിച്ചാ മതി. അപ്പോ ഇതൊക്കെയാണ് സ്കൂൾ ഷോപ്പിംഗിൽ വരുന്നത്. പിന്നെ എക്സ്ട്രാ നമ്മളവർക്ക് വാങ്ങിയിട്ടുള്ളത് യൂണിഫോം കിട്ടിയിട്ട് ഞങ്ങൾ യൂണിഫോം കാണിക്കാം. പിന്നെ യൂണിഫോമിനുള്ളിൽ ഇടാനുള്ള അണ്ടർ സ്കേർട്ട്, അണ്ടർ ഐറ്റംസ് ഒക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇത്രയാണ് നമ്മുടെ സ്കൂൾ എന്താണ് ഇതൊക്കെയാണ് നമ്മുടെ സ്കൂൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് അച്ചുട്ടിക്ക് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.